For 10 pair of observations, the number of concurrent deviation. Concurrent deviation topic first time അല്ലേ? ഓക്കെ, എവിടെ കൺകറന്റ് ഡീവിയേഷൻ കേട്ടിട്ടുള്ളത്? കോറിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് കോറിലേഷൻ്റെ വാല്യൂ കാണാൻ 4 മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സ്കാറ്റർ ഡയഗ്രാം, സെക്കൻഡ് വൺ കാൽക്കസിൻ്റെ പ്രൊഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ കോഎഫിഷ്യന്റ്, തേർഡ് വൺ സ്പിയർമാൻ്റെ റാങ്ക് കോറിലേഷൻ, ആൻഡ് ഫോർത്ത് വൺ കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ. ദാറ്റ്സ് ദ ഫോർത്ത് വൺ. സോ ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷന് കോറിലേഷൻ കോഎഫിഷ്യന്റ് കാണുന്നത് ആണല്ലോ. സോ ഫോർ 10 പെയർ ഓഫ് ഒബ്സർവേഷൻ ഒരു ഡാറ്റ കിട്ടി, n = 10. നമ്പർ ഓഫ് കൺകറന്റ് ഡീവിയേഷൻ വാസ് ഫൗണ്ട് ടു ബി 4. ഇക്വേഷൻ അറിയുന്ന ഒരാൾക്ക് അറിയാൻ പറ്റും, c = 4, കൺകറന്റ് ഡീവിയേഷൻ = 4. വാട്ട്സ് ദ വാല്യൂ ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ? കോഎഫിഷ്യന്റ് ഓഫ് കൺകറന്റ് ഡീവിയേഷൻ കാണാനാണ് പറഞ്ഞത്. ആദ്യം ഫോർമുല അറിയണം. എന്താ ഫോർമുല? r = ±√of ±2c - m ഡിവൈഡഡ് ബൈ m. ഇതാണ് ഫോർമുല അല്ലേ? സോ ഈ ഫോർമുല പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല, അപ്ലൈ ചെയ്യാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആദ്യം പ്ലസും മൈനസും ഉണ്ട്. അപ്പോൾ 2 ആൻസർ കിട്ടുമോ? ഇല്ല, ഒരാൻസറേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ പ്ലസ് അല്ലെങ്കിൽ മൈനസ്. അപ്പോൾ അതാദ്യം തീരുമാനിക്കണം. ഇക്വേഷനകത്ത് പ്ലസ് വേണോ മൈനസ് വേണോ? അതാര് തീരുമാനിക്കും? 2c - m തീരുമാനിക്കും. അതാര് തീരുമാനിക്കും? 2c - m തീരുമാനിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ആരുടെ വാല്യൂ കാണണം? 2c - m വാല്യൂ ആണ് നമ്മൾ ആദ്യം കാണാൻ. ഓക്കെ, 2c - m ആൻസർ എനിക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അകത്തും പുറത്തും നെഗറ്റീവ്. ഒരു പക്ഷേ അതിൻ്റെ ആൻസർ കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന പോസിറ്റീവ് ആണെങ്കിൽ അകത്തും പുറത്തും പോസിറ്റീവ്. ഇതാണ് കേസ്. അപ്പോൾ സിയുടെ വാല്യൂ ഇവിടെ 4 എന്ന് കിട്ടി. എമ്മോ? എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് n - 1. ടോട്ടൽ 10 വർഷം ഉണ്ടെങ്കിൽ 10 ഡാറ്റ ഉണ്ടെങ്കിൽ ആദ്യത്തെ വർഷം ഡീവിയേഷൻ ഉണ്ടാവില്ല. അപ്പോൾ 9 വർഷമേ അല്ലെങ്കിൽ 9 തവണയേ ഡീവിയേഷൻ ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ എമ്മിൻ്റെ വാല്യൂ എന്താ വരിക? 9. അപ്പോൾ 2 × 2 c അല്ലേ? സിക്ക് 4. 2 × 4 - 9. അപ്പോൾ എനിക്ക് 8 - 9 കിട്ടും. ദാറ്റ് ഈസ് -1. അതൊരു നെഗറ്റീവ് ആൻസറാണ് അല്ലേ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആൻസറാണ്. സോ അത് നെഗറ്റീവ് ആയതുകൊണ്ട് ഇക്വേഷൻ്റെ അകത്തും പുറത്തും നമ്മൾ നെഗറ്റീവാണ് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ നമുക്കൊന്ന് മാറ്റി എഴുതാം. -2c - m ഓൾറെഡി കണ്ടുവച്ചില്ലേ? -1 അതിങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദാറ്റ് ഈസ് -1 ഡിവൈഡഡ് ബൈ m എത്രയാ? 9. അപ്പോൾ എനിക്ക് ആൻസർ കിട്ടും. ഈ മൈനസും വെട്ടിപ്പോവും. ദാറ്റ് ഈസ് -√1/9 അല്ലേ? -1ന്റെ റൂട്ട് എത്രയാ? 1. 9ന്റെ റൂട്ടോ 3. ദാറ്റ് ഈസ് -1/3. സോ എനിക്ക് കിട്ടിയ ആൻസർ -1/3. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ഇക്വേഷൻ. കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ഐറ്റം ഒന്നല്ല, ബട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ.